ഏഷ്യാകപ്പിലെ രണ്ടാം മത്സരത്തിലും പാകിസ്ഥാനെ ഭാരതം തകർത്തെറിഞ്ഞതിൻ്റെ ആഹ്ലാദത്തിലും ആവേശത്തിലും കളി കാണാനെത്തിയ ക്രിക്കറ്റ് പ്രേമികൾ 6 വിക്കറ്റിനായിരുന്നു ഭാരതത്തിൻ്റെ മിന്നും വിജയം. സ്വന്തം ടീമിൻ്റെ പ്രകടനത്തിൽ നിരാശയിലായിരുന്നു പാകിസ്ഥാൻ ആരാധകർ. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏഷ്യാകപ്പിലെ രണ്ടാം മത്സരത്തിലും പാകിസ്ഥാനെ തകർത്തെറിഞ്ഞതിന്റെ ആവേശത്തിലും ആഹ്ലാദത്തിലുമായിരുന്നു ഭാരതീയരായ കാണികൾ. കളി നല്ല സൂപ്പർ കളിയായിരുന്നു. ആദ്യം തൊട്ട് അവസാനം വരെ ഒരു നല്ലൊരു പോരാട്ടമായിരുന്നു. ഇന്ത്യയുടെ ചേസിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡൂപ്പർ ചേസിംഗ് ആയിരുന്നു. അടിപൊളി നല്ല പെർഫോമൻസ്. അഭിഷേക് കലക്കി. പാകിസ്ഥാന് നിലം പരിശാക്കി ഇന്ത്യൻ ടീം. പാകിസ്ഥാൻ ഇന്ത്യക്ക് പറ്റിയ എതിരാളികളല്ല എന്ന് പറയുകയാണ് കളി കണ്ട ഓരോ കാണികളും. പാകിസ്ഥാൻ എതിരാളിയൊന്നുമല്ല, ഇനിയും കുറെ തോറ്റ് അവർ ജയിക്കാണ്ട്. ഇനിയും പഠിക്കട്ടെ, അവർ നന്നായിട്ട് കളിക്കാൻ പഠിക്കട്ടെ കേട്ടോ. ഇതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശ് ഇതിനേക്കാളും നല്ലതാണ്. പക്ഷേ പാകിസ്ഥാന് ഒരു എതിരാളിയേ അല്ല, നമുക്ക് ഇന്ത്യയിലേക്ക് ഒരു എതിരാളിയേ അല്ല. നമ്മൾ വെറുതെ ഇങ്ങനെ പൈസ കൊടുത്ത് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് മുമ്പത്തെ പോലെ വന്നതിന് ഒരു കാര്യമില്ല. ഇപ്പോൾ പാകിസ്ഥാൻ എന്ത് പറയണ്ടേ, ഒരു എതിരാളിയല്ല. എന്താ പറയണ്ടേ, ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും. ഓരോ പാകിസ്ഥാൻ ആരാധകരും നിരാശയോടെയാണ് സ്റ്റേഡിയം വിട്ടത്. India as well. Abhishek was very good. Winning and losing is part of the game, so I think we played well, but a little short of runs. So India. സൂപ്പർ ഫോറിൽ ഇനി വരുന്ന മത്സരങ്ങളിൽ ബംഗ്ലാദേശിനെ ശ്രീലങ്കയും ഇതുപോലെ തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യ മുന്നേറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.